പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്, 7-ാമത്തെ എപ്പിസോഡാണ്. 2-3 എപ്പിസോഡ് ഇത്തിരി കൂടി, കാരണം വിഷയം കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ബോണഗൻ എന്നുള്ള വിഷയമാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ജനനം പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. വീണ്ടും ജനനം എന്നുള്ളത് സഭകളിൽ ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികൾ വളരെ കുറവാണ്. ഒരു ചെറിയ ശതമാനമുള്ളൂ. ഒട്ടുമുക്കാലും അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് പാസ്റ്റർമാർ പ്രാർത്ഥിച്ച്, വിശ്വാസികൾ പ്രാർത്ഥിച്ച് അവരെ കൊണ്ടുവന്നിരുത്തി മുക്കി പൊക്കി കൊണ്ടുപോയി. അതായത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണങ്ങിയ ഭാവി നനഞ്ഞ ഭാവിയായി. അതിൻ്റെ ഉള്ളിലൊരു ബോണഗൈൻ നടന്നിട്ടില്ല, വീണ്ടും ജനം നടന്നിട്ടില്ല. ഇവൻ മരിച്ചു കഴിഞ്ഞാൽ നേരെ നരകത്തിലോട്ട് പോകും. ഇത് പറയാൻ ആളില്ലെന്നേ, ഇത് പറയാൻ എന്നെ പോലുള്ളവനെ ഉള്ളൂ ഇവിടെ പറയാൻ. അത് ഞാനങ്ങ് തുറന്ന് പറയുക, ദൈവമക്കളെ ഇത് മനസ്സിലാക്കിക്കൊള്ളുക. എൻ്റെ വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബ് സെർച്ച് ചെയ്യുന്നവരൊക്കെ ഇത് കേട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഞാൻ സത്യമാണ് വിളിച്ച് പറയുന്നത്. ഞാൻ അസംബന്ധമല്ല പറയുന്നത്, അധിക പ്രസംഗമല്ല പറയുന്നത്. ഐ എം ടെല്ലിങ് ട്രൂത്ത്. ഞാൻ സത്യമായിട്ട് പറയുക. വീണ്ടും ജന്മം പ്രാപിച്ച സഭയിൽ കുറവാണ്. അതിനു വേണ്ടുന്ന ഉപദേശം ഒന്നും കൊടുക്കുന്നില്ല. പരസ്യങ്ങളിൽ പോലും പലരും വീണ്ടും ജനനത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ, പാപമോചനത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ പറയുന്നില്ല. അപ്പോസ്തലന്മാരുടെ പ്രസംഗം എടുത്ത് നോക്കിയാൽ മുഴുവൻ പാപമോചനമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. പാപമോചനം, പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, പാപത്തിന് പരിഹാരമുണ്ടാകേണ്ടതിന്, പാപത്തിൽ വിടുതൽ പ്രാപിക്കേണ്ടതിന്, ഇതായിരുന്നു അവരുടെ പ്രസംഗ വിഷയം. ഇന്നിപ്പോൾ അത് മാറി നിങ്ങളെ അനുഗ്രഹിക്കുന്നു, വിടിവിക്കുന്നു. കാരണം ഇത് പ്രസംഗിച്ചാലേ ഇവർക്ക് അനുഗ്രഹം ഉണ്ടാവും. ഈ അനുഗ്രഹം ഉണ്ടായാലേ ഇവരുടെ പള്ള വീർക്കുള്ളൂ. അതാ എൻ്റെ കാര്യം. അത് പ്രബുദ്ധനായ എൻ്റെ കേൾവിക്കാര്, സ്നേഹസമ്പന്നരായ, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്ന നിലയിൽ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഇതൊന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് നയിക്കാൻ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ബോണഗൈൻ എന്നുള്ള വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നി മാറുകയാണ്. അടുത്ത്, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യന് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. കേൾപ്പാൻ വേഗത, പറവാൻ താമസവും കോപത്തിന് താമസവും. നമുക്കൊന്നും, എന്നെക്കുറിച്ച് പ്രതിയാക്കി ഞാൻ പറയുക, നമുക്ക് ആർക്കും ഇല്ലാത്തൊരു സ്വഭാവ ഗുണമായി. യാക്കോബ് എന്താ പറയുന്നത്? ഏത് മനുഷ്യനും കേൾക്കാൻ വേഗത വേണം, പറവാൻ എന്ത് ചെയ്യണം? താമസിക്കണം, കോപത്തിന് താമസമുള്ളവരായി. കേൾക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചതിന് ശേഷം മാത്രം നമ്മൾ പ്രതികരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുന്നു. എന്താ കാര്യം? മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിലും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മനുഷ്യൻ്റെ നാവ് ഒരു തീയാണ്, മനുഷ്യൻ്റെ നാവ് ഒരു പോയിസനാണ്, ഫയർ ആൻഡ് പോയിസനാണ് മനുഷ്യൻ്റെ നാവെന്ന് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പ്രസ്താവന മുൻകൂർ താൻ ഇവിടെ പറയുന്നത്. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ പ്രസ്താവനകൾ മറ്റുള്ളവരെ വശീകരിക്കുന്നതാകരുത്. അവർക്ക് പാപബോധമുളവാക്കുന്നവരാകണം. അവർക്കത് അനുഗ്രഹമായി തീരണം. ആകിയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. വചനം ഉള്ളിലോട്ട് കൈക്കൊള്ളുക, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന വിശ്വാസികൾ കുറവാണ്. മത്തായി 4, ലൂക്കോസ് 4 എപ്പോഴും പറയാറുള്ള ഭാഗമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ നടത്തുന്ന ഉദ്യമം അമ്പേ പരാജയപ്പെട്ടു. യേശുവിൻ്റെ ഉള്ളിൽ തിരുവെഴുത്തുള്ളത് കൊണ്ട് തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നു,
കല്ലപ്പമായി തീരാൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ദൂതന്മാരെ കല്ലിൽ തട്ടാ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. വീട് നമസ്കരിക്കാൻ പറഞ്ഞു. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ നമ്മളെല്ലാം കൂടി ഈ 3 കാര്യവും ചെയ്ത് കുട്ടിച്ചോറാക്കി തന്നെ ആത്മീയമായി ദൈവമായിട്ടുള്ള ബന്ധം നശിപ്പിച്ച് കളഞ്ഞു തന്നെ. ദൈവപുത്രൻ്റെ ഉള്ളിൽ വചനമുള്ളത് കൊണ്ട് എന്ത് പറ്റി? ദൈവവചനമെന്ന വാളെടുത്ത് പ്രഹരിക്കുവാനിടയായി. അതുകൊണ്ട് ആ പൗലോസ് സർവായുധ വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. പിശാചിൻ്റെ പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷനുകൾ, പരീക്ഷകൾ വരുമ്പോൾ ഈ വചനമെന്ന വാളെടുത്ത് വേണം നമ്മൾ പ്രാർത്ഥനയിൽ അവനോട് പോരാടാൻ, അവനെ വെട്ടുവാൻ. വചനത്തിൻ്റെ വെട്ടേറ്റ് മുറിവേറ്റ് ശത്രു പിൻവാങ്ങും. അല്ലാതെ പിശാച് പോകത്തില്ല. ഓ പിശാചെ വാ പിശാചെ എന്ന് പറഞ്ഞാൽ തോളിൽ നിന്ന് ചെവി കടിച്ചു തിന്നും. ഇന്ന് പലയിടത്തും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പിശാച് കയറി കഴിയുമ്പോൾ കിടന്ന് വിളിയാ, പാസ്റ്ററെ വാ ഒന്ന് പ്രാർത്ഥിക്കേ. പിന്നെ നീ എന്നാ പ്രാർത്ഥിക്കാനാ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിക്കണം. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വചനം പഠിച്ചല്ലോ. കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഒഴുകിപ്പോകരുത്. ദൈവവചനം ഒഴുകിപ്പോകരുത്. മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിപ്പോയാൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. വചനം ഒഴുകിപ്പോകരുത്. വചനം ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെടരുത്. വചനം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. വചനത്താലുള്ള പോഷണം കിട്ടിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും 3, 4, 5, 8, 10 അധ്യായങ്ങൾ വായിച്ച് പഠിച്ച് ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണം. എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്, വേറെ ദിവസം വായിക്കത്തില്ല. ചോദിക്കപ്പോഴേ കണ്ണിൽ എത്ര പിടിയില്ല. ഒരു കാര്യം ചെയ്യുക, കണ്ണാടി മേടിക്കാനുള്ള ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് വാങ്ങിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ മേടിച്ചു തരാൻ കണ്ണാടി ചെയ്യത്തില്ല. അവസാനം എന്താ പറ്റിയെന്ന് ഒരു താത്താൻ അടിച്ചുകൊണ്ട് പോയി പുള്ളിയെ. വചനം വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കണം പ്രിയമുള്ളവരെ. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ ആ പിശാച് ഭയപ്പെടുന്നത്. അല്ല നമ്മളെ അല്ല. നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ മസിൽ പവറോ നമ്മുടെ അറിവോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ ധനമോ നമ്മുടെ ഡിഗ്രികളോ നമ്മുടെ യാതൊരു ഗുണഗണങ്ങളോ പിശാചിനും വിഷയമല്ല. ലോകത്തുള്ള എന്തെല്ലാം ഉന്നതമായ അനുഭവങ്ങൾ നമ്മൾ പ്രാപിച്ചാലും പിശാച് നമ്മളെ സിക്സർ അടിക്കും. മനസ്സിലായിക്കോണം. നമ്മെ ഭയപ്പെടുന്നത് നമ്മളിലുള്ള ദൈവവചനത്തിൻ്റെ ജ്ഞാനം, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക, നമ്മളിലുള്ള ആത്മശക്തി, നമ്മളിലുള്ള ദൈവകൃപ, നമ്മളിലുള്ള ദൈവ സാന്നിധ്യം, അതിനെയാണ് പിശാച് ഭയപ്പെടുന്നത്. ഓ ശബലഹതുരസന്തരാക്ഷരൻ. അതുകൊണ്ട് ഇന്നു മുതൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നന്നായി ദൈവവചനം വായിച്ച് പഠിച്ച് ഗ്രഹിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. കണ്ടോ, ഹൃദയത്തിൻ്റെ ഈ പുതിയ നിയമം വചനം, പുതിയ നിയമ ഉപദേശങ്ങൾ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുക ചെയ്യുന്നത്. ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളും. വചനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കണം, കൈക്കൊള്ളണം, ഒഴുകിപ്പോകാതെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് വരിക. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായി ഇരിപ്പിൻ. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കരുത്, അത് ചെയ്യണം. വിത്ത് വിതയ്ക്കുന്ന ഉപമയില് 4 നിലയിൽ ആ വചനത്തെക്കുറിച്ച് പറയുന്നത്. വഴിയരികെ വീണു, മുള്ളിനിടയിൽ വീണു, പാറപ്പുറത്ത് വീണു, പിന്നെ ഒരുക്കപ്പെട്ട നിലത്ത് വീണു. ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഹൃദയത്തിൽ വീഴുന്ന വചനം മുഴുവൻ ഒരുക്കപ്പെട്ട നിലത്ത് വീഴുന്ന വചനമാണോ എന്ന് ഓരോരുത്തരെ ശോധന ചെയ്തോണം. ഇത് മുള്ളിനിടയിലാണോ വീഴുന്നത്? ഇത് പാറപ്പുറത്താണോ വീഴുന്നത്? ഇത് വഴിയരികെ വീണത് കേട്ട് ഗ്രഹിക്കാൻ ഞാൻ സാത്താൻ വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോയി. മുള്ളിനിടയിൽ വീണതോ? അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുള്ളിനിടയിൽ വീണതിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. കേട്ട് ഗ്രഹിക്കഴിഞ്ഞാൽ ദുഷ്ടൻ വന്നത് ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും പേരില്ലായികയാൽ
അവൻ അപ്പോൾ വചനം ഉള്ളിലോട്ട് കയറുന്നില്ല. മറ്റത് വഴിയരികെ വീണു, കേട്ട് ഗ്രഹിക്കാത്തത് വഴിയരികെ വീണു, പിശാച് അടിച്ചുകൊണ്ട് പോയി. ഇത് ഉള്ളിലോട്ട് കയറുന്നില്ല, പാറപ്പുറത്ത് വീണതാ. വേരിലായാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറി പോകുന്നു. ഇനി മുള്ളിനിടയിൽ വിധിക്കപ്പെട്ടതോ, ഒരു വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാക്കി തീർക്കുന്നു. ഓ, അതൊരു ഭയങ്കരമാണ് കേട്ടോ ആ പ്രസ്താവന. ലൂക്കോസ് 8 അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുകയാണ്. ലൂക്കോസ് 8 അധ്യായത്തിൽ ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ദൈവമക്കൾ കേൾക്കുക. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരമോഹങ്ങളിലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ചിന്തകൾ, ധനത്തിന്റെ ചിന്തകൾ, അല്ലാത്ത ചിന്തകൾ, സംസാരഭോഗങ്ങൾ, ഇതെല്ലാം കൂടി ഞെരുക്കി ഈ വചനം പൂർണ്ണമായി ഫലം കൊടുക്കാതെ പോയവരുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. നല്ല മണ്ണിലുള്ളതോ, ഒരുക്കപ്പെട്ട നിലത്തിൽ വീണതോ, വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരാണ്. അങ്ങനെയാകണം നമ്മളെന്ന് യാക്കോബ് നമുക്ക് ബുദ്ധിയുപദേശം തരികയാണ്. വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിക്കും. വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമൊന്നായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. കണ്ണാടിയിൽ മുഖം നോക്കി കണ്ടിട്ട് തൻ്റെ രൂപം ഇങ്ങനെ അല്ല, ഇങ്ങനെയാണോ എന്നുള്ളത് അവൻ മറന്നു പോകുക. ഒരു മറവിയുടെ അനുഭവം. അത് അപകടകരമായൊരവസ്ഥയാണ്. നമ്മളെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്ക് തന്നെ ഉണ്ടാകണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ എല്ലാം ദൈവഹിതപ്രകാരമാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് മുൻപോട്ട് പോകണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വീണ് ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നുണ്ടോ? വചനം നമ്മളിൽ മാനസാന്തരം വരുത്തുന്നുണ്ടോ? വചനം നമ്മളിൽ രൂപാന്തരം വരുത്തുന്നുണ്ടോ? വചനത്താലുള്ള ശുദ്ധീകരണം നമുക്ക് കിട്ടുന്നുണ്ടോ? വചനത്തിലൂടെയുള്ള ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീക നിറവ്, ആത്മീകമായ ഉന്നതമായ അനുഭവങ്ങൾ ദൈവവചനം കേട്ട് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? വലിയ ശുദ്ധീകരണത്തിലേക്ക് വരുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. വചനം കേട്ട് നമ്മളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിപ്പിൻ. കേട്ട വചനം അനുസരിച്ച് ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഞാൻ ചോദിക്കും, ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലുള്ള വിശ്വാസികളുടെ ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വരച്ചു കേട്ടാം. എത്ര വർഷങ്ങളായി ജീവിക്കുന്നു. രക്ഷിക്കപ്പെട്ട് 2, 3, 4, 5, 10, 15, 20, 25, 30, 40, 50, 60 വർഷമായ വിശ്വാസികൾ ഇന്നും ഇങ്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വളർച്ചയില്ല, ഒരു ആത്മീയ വളർച്ചയില്ല, ഒരു ആത്മീയ വർധനവില്ല, ഒരു ആത്മീയ നിറവില്ല. നഷ്ടപ്പെടും ഒരു കൊട്ട, പറിച്ചപ്പെടും ഒരു കൊട്ട. ഇവിടെ മുമ്പ് ഒരു വാഴക്കൊല, ഒരു വാഴവിത്ത് കൊണ്ട് നട്ടു. അത് ഒരു കൊലയിട്ടെന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുരുവിൻ്റെ അത്ര പോലും നീളമില്ലാത്ത വണ്ണമില്ല ഒരു ചെറിയ കായാണ്. ഞാൻ വെട്ടിയെറിഞ്ഞ് ദൂരെ കളഞ്ഞെടുത്ത്. എന്തിനാ അത്? 1-2 വർഷം, ഒരു വർഷം വെള്ളം കോരി ഇട്ടിട്ട് ഒരു ഗുണമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞതല്ലേ, ഫലമില്ലെങ്കിൽ വെട്ടിക്കളയത്തില്ലേ? യഹൂദനെ കൊണ്ടുവന്ന് നട്ടു, മിസ്രൈമിൽ കൊണ്ടുവന്ന് 2 മുന്തിരിവള്ളി നട്ടു. ആ 2 മുന്തിരിവള്ളി നമുക്കറിയാമല്ലോ വിഷയം. യെശയ്യാപ്രവചനം 5:1 മുതൽ 10 വരെ എടുത്ത് അങ്ങോട്ട് വായിച്ചോണം. ഞാൻ വേണമെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് വായിക്കാതെ പോയാൽ അത് ശരിയല്ലല്ലോ. ദേവദാസന്റെ ഉത്തരവാദിത്വം വചനം വായിച്ച് അത് ഗ്രഹിപ്പിച്ച് വിടുക എന്നുള്ളത്. അല്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നു വിളിച്ച് പറഞ്ഞിട്ട് പോകാനല്ല. വചനം വായിച്ച് അവരെ ഗ്രഹിപ്പിക്കുക, കാര്യങ്ങളെ നന്നായിട്ട് അവർക്ക് അപഗ്രഥിച്ച് കൊടുക്കുക. അല്ലാതെ അവരെങ്ങനെ മനസ്സിലാവും? ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ട് പാടും.
എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. യെശയ്യാവ് 5:1 വായിക്കുന്നത്. അവൻ അതിനെ വേലി കെട്ടി, അതിന് കല്ല് പറക്കി കളഞ്ഞു, അതിന് നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിക കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദാ പുരുഷന്മാരുമായുള്ളവരെ, എനിക്ക് എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടല്ലാതെ ഇനി അതിന് എന്ത് ചെയ്യാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന് വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെരിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാതെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രയേൽ ഗൃഹവും അതിൻ്റെ ഫലവും മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി യഹൂദാ പുരുഷന്മാരും ഇസ്രയേൽ ഗൃഹവും അവരെ കൊണ്ട് ദൈവം നട്ടു. പക്ഷെ എന്താ പറ്റി? പ്രതീക്ഷയ്ക്കൊത്ത് യഹൂദൻ വളർന്നു വന്നില്ല, മുന്നോട്ട് വന്നില്ല. അടിമത്വത്തിൽ കിടന്ന ഇസ്രയേൽ മക്കളെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്ന ചിത്രമാണിത്. കൊണ്ടുവന്ന് നട്ടു, വളർന്നു, അവസാനം ഫലമില്ലാതെ കാട്ടുമുന്തിരിക കായ്ച്ചു. രാജാക്കന്മാർ പിടിച്ച് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ഹിറ്റ്ലർ കൊണ്ടുപോയി 60 ലക്ഷത്തിനെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നു. 160 രാഷ്ട്രങ്ങളിൽ ഈ ജനം ചെതറിപ്പോയെന്നാ പറയുന്നത്. ഈ 160 രാഷ്ട്രങ്ങളിലും ഇസ്രയേൽ മക്കളെ കൊന്നൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം, യഹൂദനെ ആരും ഉപദ്രവിച്ചില്ല, അവനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്നും ദൈവത്തിൻ്റെ നാടെന്നറിയപ്പെടുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ഇതുമൊക്കെ കേരളത്തിലാണല്ലോ അവർ കൂടുതലും താമസിച്ചത്. മനോഹരമായ നിലയിൽ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്തു. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള വചനമായിരിക്കാം ഒരുപക്ഷെ നമ്മളെ ഇത്രത്തോളം കട്ടുമുടിച്ച നമ്മുടെ ഭരണകർത്താക്കൾ നമ്മളെ ഭരിക്കുന്നെങ്കിലും ഇത്രത്തോളം കഞ്ഞി കുടിച്ചു പോകുന്നത് അതുകൊണ്ടായിരിക്കാം. ഇത്രത്തോളം സമാധാനവും ഇത്രത്തോളം സന്തോഷവും നമ്മൾ അനുഭവിക്കുന്ന അതുകൊണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ തകർച്ചയാണ് യെശയ്യാപ്രവാചകൻ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6-7 വാക്യം നമ്മൾ കാണുന്നത്. അതിലെ മതിലെന്ന് പറഞ്ഞാൽ സംരക്ഷണം, അതിൻ്റെ വേലി എന്ന് പറഞ്ഞാൽ സംരക്ഷണം, യഹൂദൻ്റെ സംരക്ഷണം, യഹൂദൻ്റെ സ്വസ്ത്രം സൂക്ഷിപ്പൊക്കെ ദൈവം എടുത്തു മാറ്റി. ശത്രുക്കൾ അവരെ വാടകോരി. ഒരു യെരൂശലേം ദേവാലയം തീത്തോസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ AD 70 തകർന്ന് തരിപ്പണമാക്കി. അടിമകളായ യഹൂദന്മാരെ വലിയൊരു കൂട്ടം പിടിച്ചുകൊണ്ടുപോയി. ജീവനോട് അനേകരെ കൊന്നുകളഞ്ഞു. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളഞ്ഞു. ഹോളോകോസ്റ്റ് എന്നും പറഞ്ഞ് യഹൂദൻ വിലപിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, ഒരു വിഷയമുണ്ടല്ലോ. അതെന്താണ്? യഹൂദ ജനത്തെ പീഡിപ്പിച്ച ഒരു വിഷയമാണത്. ഞാൻ അതിൻ്റെ 1-2 പുസ്തകങ്ങൾ വായിച്ചിട്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതുപോലെയാണ് യഹൂദൻ. ലോകത്തിൽ ഒരു ജാതിയും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു വർഗമാണ് യഹൂദൻ. ഇപ്പോഴും ആ ബെഞ്ചമിൻ അദ്ദേഹത്തിൻ്റെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോഴും പറയുന്നത് എന്താ? ഞങ്ങൾ വാള് തറയിൽ വെച്ചാൽ പിന്നെ ഞങ്ങളില്ല. ഞങ്ങളുടെ തോക്ക്, ഞങ്ങളുടെ ആയുധം ഞങ്ങൾ തറയിൽ വെച്ചാൽ ഞങ്ങളില്ല. ഞങ്ങളുടെ കയ്യിൽ ആയുധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു യുദ്ധം ചെയ്തത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇന്നും യുദ്ധം ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം കാണിക്കുന്ന ഏറ്റവും വലിയ അതിക്രമം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രയേലിനെ ആക്രമിക്കുവാൻ മറ്റുള്ള കുഞ്ഞു കുഞ്ഞു സംഘടനകൾക്ക്, തീവ്രവാദ സംഘടനകൾക്ക് കോടികൾ വാരി ഒഴുക്കി കൊടുക്കുന്നു. അതാണ് ഇസ്രയേലിന് അവരോടുള്ള പക. അതെല്ലാവർക്കും അറിയാം. പകലുപോലെ സത്യമാണ്, രഹസ്യമായൊരു പരസ്യമാണ്. ഈ ദുഷ്ടത എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്? അതെ, ദൈവത്തിൻ്റെ ജനത്തിനെതിരെയുള്ള പിശാചിൻ്റെ ഒരു കടന്നാക്രമണമായിരിക്കാം. എന്നല്ല ഞാനെന്ത് പറയാം. രണ്ടാമതൊരു കാര്യം, കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞു, അതുകൊണ്ടുള്ള ശിക്ഷ തന്നെയാണ്. അല്ല വേറെന്താ? ആ പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണല്ലോ ഇസ്രായേൽ മക്കളെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അതിനെ മിസ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പാപം ചെയ്തപ്പോൾ മിദ്യാനിയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. അവർ വന്ന് ആക്രമിക്കും, അവർ വന്ന് പീഡിപ്പിക്കുന്നു, അപ്പോൾ കിടന്ന് നിലവിളിക്കുന്നു, ഒരു ഉദ്ധാരകനെ അയക്കുന്നു. അത് തന്നെയാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ പഠനം. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ
ദൈവവചനം എന്ത് ചെയ്യണം? കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരുന്നു. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന്, തൻ്റെ അവസ്ഥ എന്താണെന്ന് അവൻ മറന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയാണെന്ന് ഇവിടെ യാക്കോബ് പഠിപ്പിക്കുക. അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ താൻ കേൾക്കുന്നവനല്ല, കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാണ്. ഇവിടെ ഒരു പ്രയോഗം യാക്കോബ് നടത്തുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. പുതിയ നിയമത്തെക്കുറിച്ച് പറയുക, മോശം ന്യായപ്രമാണമല്ല. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. പൗലോസിന്റെ പ്രയോഗമാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. അതിൻ്റെ 2-ാം അധ്യായം യാക്കോബ് 2:12 സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിന് പറയുക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് പറയുക. പത്യോപദേശത്തിന് പറയുന്ന ഇതര പേരുകളാണ് അതൊക്കെ. നന്നായിട്ട് മനസ്സിലാക്കണമേ. വേറൊരു പ്രയോഗം കൂടിയുണ്ട്. യാക്കോബ് 2:8 വാക്യത്തിൽ, എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ ഇതിനെ സ്നേഹിക്കണം എന്നുള്ള തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണങ്ങൾ നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നല്ലത്. രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്തുപദേശം, ഇതൊക്കെ പുതിയ നിയമ പ്രമാണത്തിൽ പറയുന്ന ഇതര നാമങ്ങളാണ്. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലാണിത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ സഭയിൽ പഠിപ്പിച്ചാൽ സഭകൾ നന്നാകും, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങും, അല്ലെങ്കിൽ സഭകൾ നശിച്ചു പോകും. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക ഇന്ന്. അതോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാനിടാതെ താൻ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പം നാവിന് കടിഞ്ഞാനിടണമെന്ന് പറയുക. അതിന് ഉപദേശം പറയാനായിട്ട് എനിക്ക് ഒത്തിരി ഉണ്ടെങ്കിലും യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം ദൈവമക്കൾ നന്നായിട്ട് വായിച്ചു പഠിച്ചു. നാവിനെ കുറിച്ച് പറയുന്നതാണ്. നാവ് ഒരു ഫയറാണ്. നാവ് ഒരു പോയിസൺ കുപ്പി ഇതാണ്, ടിന്നാണ്. പോയിസൺ നിറഞ്ഞ ഒരു വസ്തുവാണ് നാവ്. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നാവിൻ്റെ അറ്റത്ത് ജീവന്റെ ഫലമുണ്ടെന്ന് സദൃശവാക്യങ്ങൾ പറയുന്നു. ജീവന്റെ ഫലം നാവാണ് ദൈവവചനം പ്രസംഗിച്ച് നിത്യജീവനിലേക്ക് നടത്തുന്നത്. ഇതേ നാവ് തന്നെയാണ് ജനത്തെ നാശത്തിലേക്ക് നടത്തുന്നത്. ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് ദുരുപദേശം പറഞ്ഞല്ലേ ജനത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഈ നാവ് കൊണ്ട് ദൈവവചനം പ്രസംഗിച്ചല്ലേ നിത്യജീവനിലേക്ക് നടത്തുന്നത്. അത് നാവ് ഒരു തീയാണ്, നാവ് ഒരു വിഷമാണ്. സദാമിൻ്റെ ഒരൊറ്റ വാക്കാണ് ഗൾഫ് യുദ്ധം പുറപ്പെടാനുള്ള കാരണമെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുവൈറ്റ് കിങ്ങിനെ പട്ടി എന്ന് വിളിച്ച് പുറത്താക്കി. അറബിയിൽ അങ്ങനെ ഒരു പ്രയോഗം നടത്തി. സ്വത്രം. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അമേരിക്കയുമായിട്ട് കൂട്ടുപിടിച്ച് അവസാനം എന്താ പറ്റി? സദാമിനെ കുവൈറ്റിൽ നിന്ന് ചാടിക്കാൻ വേണ്ടി കുവൈറ്റ് കിങ് ഒരുക്കിയ വഴിയാണ് അമേരിക്കൻ പട്ടാളത്തെ അവരുടെ ഇറാഖിലേക്ക് ഇരച്ചു കയറ്റിയത്. തന്നിമിത്തം എന്ത് സംഭവിച്ചു? ഇറാഖ് എന്ന രാജ്യം കുട്ടിച്ചോറായി. ഒരു വാക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം. പല സ്ഥലത്തുമൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നാവിൻ്റെ പിഴവുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡർമാർ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് നാവ് പിഴയെന്നും പറഞ്ഞ് രക്ഷപ്പെടുക. നാവ് പിഴ വന്നുപോയി, നാക്കൊന്ന് പിഴച്ചു പോയെന്ന്. കാരണം പൊട്ടത്തരം മാത്രമേ പറഞ്ഞ് ശീലമുള്ളൂ അവർക്ക്. പിന്നെ പിഴയ്ക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പോട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ എന്താ ഇവിടെ യാക്കോബ് പറയുന്നത്? ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാനിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെ നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം. നാവിന് കടിഞ്ഞാനിടുക.
എനിക്ക് നിങ്ങൾക്കും പറ്റാതെ പോകുന്ന ഒരു വിഷയമാണ്. ഇന്നു മുതലൊരു തീരുമാനമിട്. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ നാവിൽ വരികയില്ല. ദൈവഹിതമല്ലാത്തൊരു കാര്യം ഞാൻ പറയത്തില്ല. ദൈവഹിതമല്ലാത്തൊരു ഇടപാട് എൻ്റെ നാവിലൂടെ ഒരു വാക്കോ ഒരു സംസാരമോ എൻ്റെ നാവിൽ ഊരിത്തിരിഞ്ഞ് വരികയില്ലെന്ന് ദൈവത്തോടൊരു ഉടമ്പടിയെടുക്കും. എൻ്റെ അതിരദോരത്തെ കാക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതായിട്ട് ഒരു സങ്കീർത്തനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അതിരദോരത്തെ കാക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ച നല്ല കാര്യമാണ്. അന്ന് പരിശുദ്ധാത്മ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കാലം. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ മധ്യത്തിലുണ്ട്, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വസിച്ചു, സമാഗമന കൂടാരത്തിൽ വസിച്ചു. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അപ്പം നമുക്കതിലുള്ള കൃപയും വരങ്ങളും കർത്താവ് തന്നിട്ടുണ്ട്. ആത്മഫലത്താലും വരത്താലും നിറയപ്പെട്ടതാണ് ക്രിസ്ത്യ ജീവിതം. ആത്മാവിൻ്റെ ഫലം പ്രാപിച്ച് ആത്മവരങ്ങളാലും ഫലങ്ങളാലും നിറയപ്പെടണം. ആത്മാവിൻ്റെ വരങ്ങൾ കുറഞ്ഞാലും ഫലങ്ങൾ നമുക്കുണ്ടേ മതിയാകൂ. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, ഔമദ, ഇന്ദ്രിയം. ഈ ആത്മഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ആത്മഫലങ്ങളിൽ നമ്മൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ നാവുകളെ നിയന്ത്രിക്കണം. ഞാൻ എന്നോട് തന്നെ പറയുന്നു, ഞാൻ നിങ്ങളോടും പറയുന്നു, നമ്മുടെ നാവുകളെ നിയന്ത്രിക്കണം. യാക്കോബ് അത് ശക്തമായിട്ട് പറയുക. നാവിനെ കടിഞ്ഞാനിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെ നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരുടെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അതാണ് ഭക്തി. ഭക്തിയുള്ള മനുഷ്യൻ്റെ ലക്ഷണം എന്താ? അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുന്നതും അതാകുന്നു ഭക്തി എന്ന് യാക്കോബ് പഠിപ്പിക്കുക. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മയത്വങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിൽ നിന്ന് പോകണം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ. ഈ ലോകം സാത്താൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ ലോകം സാത്താൻ ഭരിക്കുന്നു. ഇത് ദുഷ്ടലോകം എന്ന് ഗലാത്യർ 1:3. 1 യോഹന്നാൻ 5:19 സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12, 13, 14, 15, 16 അധ്യായങ്ങളൊക്കെ വായിച്ചു പഠിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനാണ്. മോദിയും മറ്റിതര രാജാക്കന്മാരും പ്രസിഡന്റുമാരും ഒക്കെ ഭരിക്കുന്നെങ്കിലും ഇന്നർ ഭരണം സാത്താൻ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഉൾബോധം പെന്തക്കോസുകാരാ നമ്മുടെ ഉള്ളിലുണ്ടാകണം. സാത്താൻ ഭരിക്കുന്ന ഈ ലോകത്തിൻ്റെ യാതൊരു അശുദ്ധിയും, യാക്കോബിൻ്റെ പദം വളരെ മനോഹരം, ലോകത്താലുള്ള കളങ്കം പറ്റാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം, നമ്മെ തന്നെ കാത്തുകൊള്ളണം, നമ്മെ തന്നെ പരിപാലിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ എന്താ പറ്റും? ലോകത്തിൻ്റെ അശുദ്ധി നമ്മളിലേക്ക് കയറി വരും. ഗലാത്യർ 6:14 അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകം നമ്മളിലേക്ക് വരരുത്, നാം ലോകത്തിലേക്ക് ഇറങ്ങി പോകരുത്. എത്ര മനോഹരമായ വചന വെളിപ്പാടുകളാണ് യാക്കോബ് നമുക്ക് തരുന്നത്. അക്ഷരാഭ്യാസമൊന്നും ഇല്ലാത്ത, നമ്മളെപ്പോലെ വലിയ ഡിഗ്രി ഒന്നും എടുക്കാത്ത, വലിയ തിയോളജിയൊന്നും അല്ലാത്ത, വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ധനമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ നമ്മളോട് പറയുകയാണ്. എന്താ പറയുന്നു? പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. നാം നമ്മെ തന്നെ സൂക്ഷിക്കുക, നമ്മെ തന്നെ വെടിപ്പാക്കുക, നമ്മെ തന്നെ നിർമ്മലീകരിക്കുക, നമ്മെ തന്നെ സ്തോത്രം എന്ത് ചെയ്യുക? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇന്നതാവുന്നത് പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവനിൽ പ്രത്യാശയുള്ളവെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു, തന്നെ തന്നെ സൂക്ഷിക്കുക. ഒരു പാസ്റ്ററിനോ ഒരു വിശ്വാസിക്കോ മറ്റുള്ളവരെ സൂക്ഷിക്കാനോ ഒന്നിനും കഴിയത്തില്ല. ദൈവവചനം പാസ്റ്റർമാർ പറയുമ്പോൾ, വിശുദ്ധ ഉപദേശം പറയുമ്പോൾ അത് ഏറ്റെടുത്ത് നമ്മളെ തന്നെ സൂക്ഷിക്കുക, നമ്മളെ തന്നെ കാത്തുകൊള്ളുക, നമ്മളെ തന്നെ നിർമ്മലീകരിക്കുക, നമ്മെ തന്നെ പരിപാലിക്കുക, നമ്മെ തന്നെ സ്വയം നാം ഇതൊക്കെ ചെയ്യണം. നമ്മളെ ശുദ്ധീകരിക്കാൻ ഒരു പാസ്റ്ററും വരത്തില്ല. അവർ വചനം പറയും. ഇന്നിപ്പോൾ അങ്ങനെയുള്ള വചനങ്ങളും ഇല്ല. അതൊക്കെ കാലയോനിക്കുള്ളിലേക്ക് പോയി. വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും വചനങ്ങളൊക്കെ പോയി.
അനുഗ്രഹിക്കും, 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 വിടിവിക്കും, വിടിവിക്കും, വിടിവിക്കും. ഇതാണ് പ്രസംഗം. ഡെലിവറൻസ്, ഡെലിവറൻസ്, ഡെലിവറൻസ്. എന്ത് ഡെലിവറൻസ്? ഡെലിവറൻസ് ലഭിച്ചവരല്ലേ നമ്മള് സാത്താൻ്റെ അടിമ കുത്തിക്കിടന്ന് എളിവിരി കൊണ്ട് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. ഡെലിവറൻസ് കിട്ടി. ഇനി എന്നാ ഡെലിവറൻസാ? ശാപം മുറിക്കാൻ നടക്കുന്ന ഈ കള്ളപ്രവാചകന്മാരുടെ ദുരുപദേശം കേട്ട് അവരുടെ കെണിയിൽ പെട്ടുപോകാതിരിക്കുവാൻ എൻ്റെ മാന്യ ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. എത്ര മനോഹരമായ നിലയിലാണ് യാക്കോബ് നമ്മളെ പഠിപ്പിച്ചത്. കാര്യം 7 എപ്പിസോഡ് ആയിപ്പോയെങ്കിലും 7 നല്ലതാണ് തന്നെയാണ്. ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. വളരെ മനോഹരമായ നിലയിൽ ഉപദേശം ഞാനല്ല യാക്കോബ് പ്രസംഗിച്ച് ഞാൻ എൻ്റെ നാവിലെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റു പല വചനങ്ങളിലേക്ക് ദൈവാത്മാവ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ യാക്കോബിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ പഠനം എന്തുകൊണ്ടും അനുഗ്രഹമായിരുന്നു. ഈ വചനങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, വിശുദ്ധിയെ തികയ്ക്കുവാൻ, ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന് ഈ വചനങ്ങൾ ഉപകാരമായി ഭവിക്കട്ടെ. തന്നിമിത്തം നിത്യതയിൽ സുലഭമായ ഒരു യാത്രയ്ക്ക്, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, സ്വത്രം മനോഹരമായ നിലയിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനത്തിൻ്റെ പ്രബോധനങ്ങൾ നമുക്ക് ഉപകാരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.